കഥവര കഥകളുടെ ഈ ചെറിയ യാത്രയിൽ കേരളത്തിലെ കോമിക്സിൻ്റെ ചരിത്രം രേഖപ്പെടുത്താൻ ഞങ്ങളെ സഹായിച്ച ഒരു പറ്റം ആളുകളുണ്ടായിരുന്നു. അവരുടെ കുട്ടിക്കാലം സൂക്ഷിക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ അവർ അറിഞ്ഞില്ല അവരൊരു തലമുറയുടെ തന്നെ കുട്ടിക്കാലം സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നുവെന്ന്. ഈ എപ്പിസോഡ് അവർക്കുള്ളതാണ്. ഈ എപ്പിസോഡ് കോമിക് കളക്ടേഴ്സിനുള്ളതാണ്. ഒരു 5 വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് 4 വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് ടിങ്കിൾ കൈ കിട്ടുന്നത്. ടിങ്കിളും അതേ സമയത്ത് തന്നെ പൂമ്പാറ്റയും അച്ഛൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീട്ടിൽ. അപ്പോൾ വീട്ടിൽ ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം മിക്കപ്പോഴും ഒരേ ദിവസം തന്നെയാണ് ഇതെത്തുന്നത്. ഏതാദ്യം വായിക്കണം, പൂമ്പാറ്റ വേണോ ടിങ്കിൾ വേണോ? കവർ പേജിൽ കാളി അല്ലെങ്കിൽ ഡോട്ട് ഡിറ്റക്റ്റീവ് രഞ്ജ ഉണ്ടെങ്കിൽ ഞാൻ ടിങ്കിളിലേക്ക് പോകും. ഇല്ലെങ്കിൽ ആദ്യം കപീഷാണ്. എൻ്റെ മലയാളം വായനയിലെ ആദ്യത്തെ ഹീറോ എന്ന് പറഞ്ഞാൽ കപീഷാണ്. പിന്നെ സ്കൂളിൽ അന്ന് ആ സമയം വരുന്നൊരു കോമിക്കായിരുന്നു ബാലരമയിൽ ആ സമയത്തൊരു 83-84 സമയത്താണെന്ന് തോന്നുന്നു മായാവി വരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മായാവി, ഡിങ്കൻ, കപീഷ് ഇവർ മൂന്നുപേരും ഇല്ലാത്തൊരു ലൈഫിനെ പറ്റി ഇമാജിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2nd സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴാണ് ഇന്ദ്രജാൽ കോമിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഫാൻറ്റൂം, മാൻഡ്രേക്ക്. അന്ന് എനിക്ക് മാൻഡ്രേക്ക് ആയിരുന്നു കൂടുതൽ താല്പര്യം. ഒന്ന് മാൻഡ്രേക്കിൻ്റെ വക മാജിക് ഉണ്ട്, ലോതറിൻ്റെ വക സ്ട്രെങ്ത്തും ഉണ്ട്. ഫാൻഡം സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ദ്രജാലിൻ്റെ ഒരു വലിയ ഫാനായി മാറി. എനിക്കൊന്നൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ അത് റിലീജിയസ് ആയിട്ട് എല്ലാം ഒന്നും പോലും വിടാതെ വായിക്കുന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഫാൻറ്റം, മാൻഡ്രേക്ക്, ഫ്ലാഷ് ഗോർഡൻ, ബഹദൂർ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കോമിക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മൾ കോമിക്ക് വായിക്കുക എന്നുള്ള. അത് മാറി ഞങ്ങളുടെ സ്കൂളിൻ്റെ പഠിച്ചൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു. ബ്ലോഗിൽ ഞങ്ങളുടെ സീനിയർ ഒരു പയ്യൻ ചേരുന്ന ഒരു ബ്ലോഗാണ്. അതിലൊരു ദിവസം നോക്കിയപ്പോൾ വിനീത് എബ്രഹാം എന്ന് പറഞ്ഞൊരു സ്കൂളിൽ 77 പാസ്സായിട്ട്, ഞാൻ ജനിക്കുന്ന വർഷം 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തെ പറ്റി ഇരിക്കുന്നു. ഹി വാസ് നോൺ ആസ് കൊടുത്ത ഫാൻറ്റം ഓഫ് കോമിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഈ ഓർക്കുട്ട് ഉള്ള സമയമാണ്. ഞാനെന്തോ കോൺടാക്ട് ചെയ്തു, അദ്ദേഹം റിപ്ലൈ ചെയ്തു, വി ഷാൽ മീറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ എന്തോ ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഡൽഹി പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വിനീത് ചേട്ടനെ കാണുന്നത്. സംസാരിച്ച് വന്നപ്പോൾ ചേട്ടൻ വന്ന് പറഞ്ഞു, ഞാൻ എവിടെ താമസിച്ചത്? ഞാൻ കവടിയാർ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നത് എൻ്റെ ഫാമിലി ഹൗസിൻ്റെ 2 വീട് അപ്പുറത്താണ്. പക്ഷേ ഹി ലെഫ്റ്റ് ദർ ഇൻ 76 or 77 ആയപ്പോൾ അവിടെ നിന്ന് പോയതാണ്. ഞാൻ ഒരു ഡിഫറെൻറ്റ് ടൈം ലൈൻസ് ഇല്ലല്ലേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് കോമിക് കളക്ടർ എൻ്റെ വീടിൻ്റെ 3 വീടപ്പുറത്താണ് താമസിച്ചിരുന്നത്. ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് കളക്ടിങ് കോമിക്സ്. ഞാൻ ഫാദർ കൊണ്ടുവന്നിരുന്ന കോമിക്സ് വളരെ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഫാദറുടെ കയ്യിലും ബുക്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു, അമ്മയുടെ കയ്യിലും ബുക്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോമിക്സ് ഇങ്ങനെ ഫാദർ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും അമ്മ പറയുന്നത് വളരെ സൂക്ഷിച്ച് വെക്കണം, കെയർഫുള്ളായിട്ട് വെക്കണം, കീറാണ്ടും വേറെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സാധനം പോകുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ 50 കോമിക്കിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം കൂടുതലും ഗോൾഡ് കീ കോമിക്സ് ആയിരുന്നു. 50 കോമിക്സിൻ്റെ കളക്ഷനായിരുന്നു. ആ കളക്ഷനായിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങൾ ബെൽഹേവനിൽ താമസിച്ചിരുന്നപ്പോൾ അവിടെ ഞാൻ ലോയള സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ചേർന്ന് അവിടുത്തെ സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ കയ്യിൽ കോമിക്സ് ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരാളോട് പറഞ്ഞു. അവിടെ ഒരു പഞ്ചാബി ഒരു പയ്യനുണ്ടായിരുന്നു, ബോബി എന്ന് പറഞ്ഞ്. അപ്പോൾ അവനും കോമിക് ഫാനായിരുന്നു. അപ്പോൾ അവൻ ഇപ്പോൾ കോമിക്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് ജവഹർ നഗറിലാണ് താമസിക്കുന്നത്, ഞാനൊരു ദിവസം വീട്ടിൽ വരാം, എനിക്ക് കോമിക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായി, കാരണം അമ്മ സമ്മതിക്കില്ല കോമിക്സ് ആർക്കും കൊടുക്കാനായിട്ട്. ഞാൻ ശരി നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കറക്റ്റ് ആ ശനിയാഴ്ച രാവിലെ തന്നെ ഇവൻ വീടിൻ്റെ വെളിയിൽ വന്ന് വിളിച്ചു, ബോബി. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബോബി എന്ന് പറയുന്ന ഒരു പഞ്ചാബി ഒരു ആർമി ഓഫീസറുടെ മകനാണ്. ആ ആർമി ഓഫീസർ തിരുവനന്തപുരത്ത് പോസ്റ്റഡ് ആയിരുന്നു അന്ന്.
അപ്പോൾ ബോബി വന്ന് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് കോമിക്സാണ്. ഞാൻ ശരി, ഞാൻ 1-2 കോമിക്ക് തരാം, എൻ്റെ അമ്മ ആർക്കും കൊടുക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അവൻ പറഞ്ഞില്ല 1-2 കോമിക്കല്ല, എനിക്ക് ആ കംപ്ലീറ്റ് കളക്ഷൻ തന്നെ ഞാൻ 2 ദിവസത്തിൽ വായിച്ച് മൺഡേ നിനക്കത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി അമ്മയോട് പറഞ്ഞു ഇങ്ങനെ കോമിക്സ്. അപ്പോൾ അമ്മ പറഞ്ഞു നീ ആലോചിച്ചിട്ട് വേണം, കാരണം ഇത് കോമിക്സൊക്കെ ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. ഇല്ല, അവൻ തിങ്കളാഴ്ച തന്നെ അത് തിരിച്ചു തരും. അപ്പോൾ ഇത് സൂക്ഷിച്ചിങ്ങനെ ഒരു കവറിനകത്ത് എല്ലാം വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ 50 കോമിക് എടുത്ത് ബോബിക്ക് കൊടുത്തു. അവൻ അതും കൊണ്ട് വീട്ടിൽ പോയി. തിങ്കളാഴ്ച ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ബോബി എവിടെയെന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു ബോബി നിനക്കറിഞ്ഞോ, ബോബി ഇന്നലെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി തിരിച്ച് ഡൽഹിക്ക് പോയിന്ന്. ആ പോണതിന് ജസ്റ്റ് മുമ്പ് അവൻ വന്ന് എൻ്റെ എല്ലാ കോമിക്കും എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു ഇനി കോമിക്ക് വാങ്ങിക്കൽ പ്രശ്നമില്ല, കോമിക്കും ബുക്കും ഇനി നിനക്ക് വാങ്ങിച്ചു തരില്ല, കാരണം നിനക്ക് സൂക്ഷിക്കാറിഞ്ഞൂടാ. ലൈബ്രറിയിൽ നിന്ന് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം, അവിടുന്ന് നീ ബുക്ക് എടുത്ത് വായിച്ചു വന്നാണ്. അങ്ങനെ ഞങ്ങൾ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിലും ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിയിലും മെമ്പർഷിപ്പ് എടുത്തു. എന്നിട്ട് ട്രിവാൻഡ്രത്തെ ലൈബ്രറി എന്നുള്ള വായനയായി. കോമിക് കളക്ഷൻ അതോടെ നിന്നു. എന്നാലും എനിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ വല്ലപ്പോഴും കോമിക്സ്, ട്രിവാൻഡ്രത്ത് നിന്ന് കോമിക്സ് കിട്ടുന്ന കുറവായിരുന്നു, വല്ലപ്പോഴൊക്കെ കുറച്ച് കോമിക്സ് കിട്ടുമായിരുന്നു. അതിങ്ങനെ ഞാൻ എടുത്ത് വയ്ക്കുകയായിരുന്നു. ബുക്സ് പിന്നെ കുറേശ്ശെ വന്നിരുന്നു. കോളേജിൽ ഞാൻ ചേർന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും വായിക്കണവരായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ബുക്സൊക്കെ വന്നു. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ഇരിഞ്ഞാലക്കുടയ്ക്ക്, ഞങ്ങൾ 1983 ഇരിഞ്ഞാലക്കുടയ്ക്ക്, എൻ്റെ ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് ഇരിഞ്ഞാലക്കുടയ്ക്ക് മാറി. ഇരിഞ്ഞാലക്കുട വന്നപ്പോൾ ഇവിടെ ഞാനൊരു പുള്ളിയെ പരിചയപ്പെട്ടു ഇവിടെ. അപ്പോൾ ആള് ഇങ്ങനെ, പുള്ളിയുടെ പേര് വിശ്വനാഥ പൈ എന്നായിരുന്നു. ഈ വിശ്വനാഥ പൈ എന്നോട് ചോദിച്ചു തൻ്റെ കയ്യിൽ ബുക്കുണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു തൻ്റെ കയ്യിൽ പെറിമേസൻ്റെ ബുക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പെറിമേസനുണ്ട്, അമ്മയുടെ ബുക്സ് ആയിരുന്നു കുറച്ച്, പെറിമേസനുണ്ട്, അധികമില്ല, 8-10 ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പുള്ളി പറഞ്ഞു എന്നാലേ എനിക്ക് ഞാൻ പെറിമേസൻ മാത്രമേ വായിക്കുള്ളൂ, വേറെ ഒരു ബുക്ക് ഞാൻ വായിക്കില്ല, ആ ബുക്ക് എനിക്ക് തന്നോ, ഞാൻ തനിക്ക് വേറെ ബുക്ക് തരാമെന്ന്. ഞാൻ പറഞ്ഞു വേറെ ബുക്ക്, അതായത് ബുക്ക് എൻ്റെ കയ്യിൽ 10-50 പുസ്തകമുണ്ട്, ഞാനത് തനിക്ക് എല്ലാം തരാം, താൻ എനിക്ക് 10 പെറിമേസൻ തന്നോന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ലൊരു ഡീലാണ് എനിക്ക് തോന്നി. ഞാൻ ആ 10 പെറിമേസൻ എടുത്ത് പുള്ളിക്ക് കൊടുത്തു. പുള്ളി എനിക്കൊരു 80 ബുക്സ്, പുള്ളി എവിടുന്നോ ഒക്കെ കളക്ട് ചെയ്തിരുന്ന 80 ബുക്ക്, അതിൽ കുറേ വെസ്റ്റേൺസ് ഉണ്ടായിരുന്നു, വേറെയും കുറേ ബുക്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നായിരുന്നു എൻ്റെ ഈ കളക്ഷൻ രണ്ടാമത് കിക്ക് സ്റ്റാർട്ടായി വന്നത്. ഇങ്ങനെ 80 വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ 10-120 ബുക്കായി. കോമിക്സ് കുറച്ചുണ്ടായിരുന്നു, കൂടുതലും ബുക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി കിട്ടി ഡൽഹിയിലേക്ക് പോയത്. ഡൽഹി പോയി 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂംമേറ്റ് പറഞ്ഞു ഇങ്ങനെ ഡൽഹിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, എല്ലാ ഞായറാഴ്ചയും സെക്കൻഡ് ഹാൻഡ് ബുക്ക് സെല്ലേഴ്സ് വന്ന് കൂടുന്ന ഒരു സ്ഥലമുണ്ട്, ദരിയാഗഞ്ച് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1989, എനിക്ക് തോന്നുന്നു മെയ് 1989 ആദ്യമായിട്ട് ഞാൻ ദരിയാഗഞ്ചിൽ പോകുന്നത്. ദരിയാഗഞ്ചിൽ പോകുമ്പോഴാണ് ഒരു 1.5 കിലോമീറ്റർ നീളത്തിൽ ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് സെല്ലേഴ്സ് ഇരിക്കുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ഡേ ഞാൻ പോയ അന്ന് തന്നെ എനിക്ക് ഒരുപാട്, അതും ഡേർട്ട് ചീപ്പ് റേറ്റ്സിലായിരുന്നു. മാക്സിമം 5 രൂപയായിരുന്നു, 2 രൂപ 1 രൂപ അങ്ങനെ ബുക്സും. അവിടെ ചെന്നപ്പോൾ കോമിക്സും ഇങ്ങനെ കിട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ രണ്ടാമത് കോമിക്സ് ഇങ്ങനെ ഡൽഹിയിൽ വാങ്ങിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഡൽഹിയിൽ വേറെ കരോൾ ബാഗിൽ കുറച്ച് ബുക്ക് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, സാക്കേത്തിലുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാനത് ബാച്ചിലറായിരുന്നു, അവിടെയൊക്കെ ഞാൻ പോകുമായിരുന്നു. അവിടുന്ന് ഈ വളരെ ചീപ്പ് റേറ്റിൽ എനിക്ക് കോമിക്സ് വാങ്ങിക്കാൻ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ കളക്ഷൻ വീണ്ടും ഞാൻ തുടങ്ങിയത്. അങ്ങനെ അന്ന് കളക്ഷൻ തുടങ്ങിയത് ഞാൻ പിന്നെ 29 കൊല്ലം ഡൽഹിയിലുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഞാൻ ദരിയാഗഞ്ചിൽ പോകുമായിരുന്നു. പനിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും ഞാൻ ദരിയാഗഞ്ചിൽ എങ്ങനെയെങ്കിലും സൺഡേ ഞാൻ പോകുമായിരുന്നു. നാട്ടിലേക്ക് വരുന്ന ആ 1-2 ആഴ്ച മാത്രം പോകാണ്ടിരിക്കും. അതർവൈസ് ആ 29 കൊല്ലത്തിൽ എല്ലാ സൺഡേയും ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഡൽഹിയിൽ എനിക്ക് തോന്നുന്നു ഒരുമാതിരിയുള്ള ബുക്ക് സെല്ലേഴ്സിന് എല്ലാവർക്കും എന്നെ അറിയാം. അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ഫാദേഴ്സായിരുന്നു സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരൊക്കെ ചെറിയ കുട്ടികൾ അവരുടെ ഫാദറുടെ കൂടെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരു ജനറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള മക്കൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അങ്കിൾ ജി എന്ന് പറഞ്ഞാണ് എല്ലാവരും വിളിക്കുന്നത്. അവിടെ ഡൽഹിയിൽ ഒരുമാതിരി എല്ലാവർക്കും എൻ്റെ ടേസ്റ്റും അവർക്കറിയാം. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരുമാതിരി എന്ത് ബുക്ക് വന്നാലും അവരെല്ലാം എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, അവർ വിളിച്ച് പറയുമായിരുന്നു ഇങ്ങനെ ഇന്ന ബുക്ക് വന്നിട്ടുണ്ട്, ഇന്ന ഓത്തറുടെ ബുക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കോമിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി. അങ്ങനെയാണ് എനിക്ക് ഇത്രയും വലിയൊരു കളക്ഷൻ ഇത് ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ പക്ഷേ അവിടുത്തെ സീൻ ആകപ്പാടെ മാറി. പെട്ടെന്ന് ഇപ്പോൾ കോമിക്സിനും ബുക്സിനൊക്കെ ഭയങ്കരമായിട്ട് വില കൂടി. ഒരു കമേഴ്ഷ്യൽ ആംഗിൾ വെച്ച ആൾക്കാർ അതിനെ ഈ ബുക്സിനെയും കോമിക്സിനെയും നോക്കാൻ തുടങ്ങി. ഇപ്പോൾ അത് ഇതിനൊക്കെ നല്ല വില കിട്ടും, പുറത്ത് വിറ്റാൽ ഈ FB ത്രൂവും വാട്സാപ്പിലൂടെയും ഇബേയിലൂടെ ഒക്കെ ഇത് വിൽക്കാനായിട്ട്. ഇപ്പോൾ വരുന്ന കൂടുതലും ആൾക്കാർ ഈ കമേഴ്ഷ്യൽ ആംഗിളിൽ നോക്കുന്ന ആൾക്കാരാണ്. പഴയ ബുക്കുകളോ കോമിക്സ് ഏത് കണ്ടാലും അവർ തോന്നിയ വിലയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ അതിൻ്റെ 10 ഇരട്ടിക്ക് അവർക്ക് വിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ദരിയാഗഞ്ചിൽ അതുപോലെ പഴയ പോലെ ബുക്സ് കിട്ടാൻ വിഷമമാണ്. എന്നാലും ഞാൻ 2017 വരുന്നവരെ എനിക്ക് കിട്ടുമായിരുന്നു, കാരണം എനിക്ക് ഇവരെ എല്ലാവരെയും അറിയായിരുന്നു. അപ്പോൾ ആ പഴയ പരിചയം വെച്ച എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള ബുക്സ് വരുമ്പോൾ അവർ വിളിച്ച് എനിക്ക് തരുമായിരുന്നു ബുക്സ്. 2017 ഞാൻ മതിയാക്കി
കേരളത്തിലോട്ട് തിരിച്ചു വന്നു. ഇപ്പോഴും ആൾക്കാരായിട്ട് ഒരുപാട് കോൺടാക്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരുന്നു, ബുക്സും കോമിക്സും. അത് ഓരോരുത്തർക്ക് കൊടുത്ത് ഞാൻ സ്വാപ്പ് ചെയ്ത് അവരുടെ നിന്ന് വേറെ ഇപ്പോഴും അത് ബുക്സ് കോമിക്സും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. പിന്നെ ഈ വിനീച്ചനെ ഇടയ്ക്ക് ഡൽഹി പോകുമ്പോൾ കാണും, അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ദരിയാഗഞ്ച് മാർക്കറ്റ് കൊണ്ടുപോകുന്നത്. ഹീസ് എ സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽ, സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യലായിരുന്നു. വളരെ ഡൗൺ ടു എർത്തുള്ള വ്യക്തി. ഈ ഇദ്ദേഹം പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, പക്ഷേ ഹീ ഡിഡ്ന്റ് ഫൈൻഡ് എനിത്തിങ്, അത് വളരെ ഇതായിട്ട് ചെയ്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദരിയാഗഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യു നെവർ നോ വാട്ട് യു വിൽ ഫൈൻഡ്, ബട്ട് യു നെവർ കം ബാക്ക് ഡിസപ്പോയിൻറ്റഡ്. ഇഫ് യുവർ റീഡിങ് റേഞ്ച് ഇസ് വൈഡ് ഇനഫ്, നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ബുക്ക് അവിടെ നിന്ന് എപ്പോഴും കിട്ടും. അതായിരുന്നു ദരിയാഗഞ്ച് ഇൻ ഇറ്റ്സ് ഗോൾഡൻ ഇയേഴ്സ്. ഇപ്പോൾ വന്നിപ്പോൾ ആൾക്കാരെല്ലാവരും വരുന്നവർ പഴയ എന്ത് സാധനം കണ്ടാലും അവർ വാങ്ങിച്ച് പിന്നെ വിൽക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോഴത്തെ ഞാൻ പോകുമ്പോൾ ഇടയ്ക്ക് ഇന്നാളും ഞാൻ ഇന്ന് വരുന്നതിന് ജസ്റ്റ് മുമ്പ് ഒരിക്കൽ പോയപ്പോൾ ഒരു കൊച്ചു യങ് ഗേൾ 18-20 വയസ്സുള്ള 2 പെണ്ണുങ്ങൾ ഒരുത്തൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഫരീദ് എന്ന് പറഞ്ഞ ഒരു സെല്ലറുണ്ട്. അവനോട് എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ये विनीत सर आ रहे हैं, उनसे पूछो, उनको सब पता है कॉमिक्स के बारे में. सर ये कुछ कॉमिक्स के बारे में पूछ रहे हैं आप. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? വി ആർ ലുക്കിംഗ് ഫോർ സം കോമിക്സ്. ഞാൻ പറഞ്ഞു വാട്ട് കോമിക്സ്? സോ ഐ ഷോ യു ദ പിക്ചർ, വി വോണ്ട് ദീസ് കോമിക്സ്, ഇഫ് യു ഫൈൻഡ് ദം ടെൽ us where we can find them. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആക്ഷൻ കോമിക്സ് 1, അമേസിങ് ഫാൻറ്റസി. അവർ കോമിക്സിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരെ ഈ ഇന്ന കോമിക്സ് മില്യൺസിന് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ വിചാരം ഇത് ദരിയാഗഞ്ചിൽ വന്ന ചുളു വിലയ്ക്ക് അവിടെ കിട്ടും, എന്നിട്ട് നമുക്ക് മില്യണേഴ്സ് ആവാമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് ഈ കോമിക്ക് എനിക്ക് ദരിയാഗഞ്ചിൽ കിട്ടാൻ പോലുള്ള, അഥവാ കിട്ടിയാൽ തന്നെ ഈ അമേരിക്കയിൽ പോണ പ്രൈസിനേക്കാളും വലിയ പ്രൈസ് ഇവർ ചാർജ് ചെയ്യും. കാരണം ഓൾ ദ ബുക്ക് സെല്ലേഴ്സ് നൗ ആർ വെരി വെരി സാവി. എല്ലാ ബുക്കിൻ്റെ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ആദ്യം പ്രൈസ് നോക്കിയിട്ടാണ് അവർ അവിടെ വിൽക്കുന്നത്. സോ നൗ ഇറ്റ്സ് ചേഞ്ച്ഡ്. പക്ഷേ അന്നത്തെ കാലത്ത് അവിടെ വളരെ റയറായിട്ടും ഉള്ള ബുക്സ് അവിടെ വളരെ വെരി വെരി ചീപ്പ് ആയിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ ഇതെന്നെ വന്നപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്കൊരു വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു. കാര്യം ഞാൻ ഒരു സമയത്ത് മലയാളം കോമിക്സിന് ഒരു വിലയും കൊടുക്കാതെ കളഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഹിയർ വാസ് എ പേഴ്സൺ ഹൂ എവറി ഡേ യൂസ് ടു ഗോ ടു ദീസ് പ്ലേസസ്, കളക്ട് കോമിക്സ്. അത് കോമിക്ക് കളക്ട് ചെയ്യാൻ മാത്രമേ സ്റ്റോർ ചെയ്യും, പ്രോപ്പർ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. പിന്നെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അരുൺ പ്രസാദ്, ബാംഗ്ലൂരിലുള്ള അരുൺ പ്രസാദ്, അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കോമിക്സിൻ്റെ വിനീത് ചേട്ടൻ ഇസ് അതോറിറ്റി ഓൺ ഇൻ്റർനാഷണൽ കോമിക്സ്, ഇൻ്റർനാഷണലുള്ള യൂറോപ്യൻ ആൻഡ് ഇംഗ്ലീഷ് കോമിക്സ് ഇൻക്ലൂഡിങ് ഫ്രഞ്ച് കോമിക്സിനെ പറ്റി ഇദ്ദേഹത്തിന് വളരെ അതോറിറ്റേറ്റീവ് ആയിട്ട് പറയാൻ പറ്റും. അരുൺ പ്രസാദ് ഇസ് ദി പേഴ്സൺ ഹൂം ഐ തിങ്ക് ഇസ് ദി മോസ്റ്റ് നോളജബിൾ അബൌട്ട് ഇന്ത്യൻ കോമിക്സ്. ഞാൻ പിന്നെ ഒരു റെയർ ബുക്കിൻ്റെ ഒരു ഷോപ്പിൽ ഞാൻ പോകുമായിരുന്നു. അവിടെ പിന്നെ പോകുമ്പോൾ അതിൻ്റെ ഓണർ പുള്ളി എന്നോട്, ഞാൻ എപ്പോഴും പുള്ളിയോട് ചോദിക്കും എന്തുകൊണ്ട് ഇതൊന്നും അറേഞ്ച് ചെയ്ത് വെക്കത്തില്ല, പിന്നെ ഇതെല്ലാം പല സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ നോക്കണമല്ലോ. അരുൺ, യു വിൽ നെവർ ഗെറ്റ് എ ത്രിൽ, that much of a thrill when you are given a comic book or a book in your hand just like that, and the day long you search for one book and ultimately you get one book. That's pretty different. You will experience it after coming here. അങ്ങനെ ഫസ്റ്റ് കോമിക്കായിട്ട് ഞാൻ എടുത്ത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ അവർ മനോരാജ്യം, മനോരമ വീക്ക്ലി വരുത്തുമായിരുന്നു. അതിനകത്ത് മിക്കവാറും കോമിക് സ്ട്രിപ്പുകൾ ഞാൻ നോക്കുമായിരുന്നു. പിന്നെ എന്നെ കോമിക്സിലേക്ക് ഹുക്ക് ഓൺ ചെയ്തത് മായാവി ക്യാരക്ടറാണ്. മായാവി ശരിക്കും പറഞ്ഞാൽ എന്നെ ഡീപ്പായിട്ട് കോമിക്കിൻ്റെ ഒരു ഫോമാറ്റിലേക്ക് എന്നെ വലിച്ചിട്ടു. ആ സ്റ്റോറിയുടെ ഒരു സ്ട്രക്ചറും ഒക്കെ എന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കി. പിന്നീട് അങ്ങനെ പിന്നെ മായാവി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്ച്വലി പിന്നെ ഇന്ദ്രജാൽ കോമിക്സ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കൊന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ അമ്മയോട് കുറേ കരഞ്ഞു. പിന്നെ കാരണം ഈ ബാലരമ കൊണ്ടുത്തരുന്ന ആളുടെ തന്നെ ഇടയ്ക്ക് ഈ ഇന്ദ്രജാൽ കോമിക്സ് ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് മമ്മി ആവുന്നതും പറഞ്ഞു നോക്കി, നിനക്ക് ഒരു മാഗസിനുണ്ട്, പേപ്പറുണ്ട്, വായിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇനി എന്തിനാണ് നിനക്ക് കോമിക്സ്. അപ്പോൾ പിന്നെ എനിവേ ഫൈനലി ഷീ എഗ്രീഡ്. ആ ഇന്ദ്രജാൽ കോമിക്സിൻ്റെ വരുത്താൻ തുടങ്ങി. ഞങ്ങൾ വരുത്താൻ തുടങ്ങി. ഫാൻറ്റം ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാനും സ്റ്റോറീസ് വായിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ, പ്രോബ്ലി എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ എന്നെ വലിച്ച് കോമിക്സിലേക്ക്, നോട്ട് ജസ്റ്റ് ദ ഫോമാറ്റോ, സത്യത്തിൽ എനിക്ക് കുറേ പാഷൻസുകളുണ്ട്. അതിലൊന്നാണ് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം ഫ്രീ ടൈം കിട്ടിയാൽ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഈ വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് പോലും ഈ ഫാൻറ്റം എൻ്റെ ചുവരിലൊക്കെ സത്യത്തിൽ അത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു മൂഡാണ് എനിക്ക് കിട്ടുക. എൻ്റെ സ്റ്റഡി ടേബിളും അതിന് മുമ്പിലുണ്ടായിരുന്ന ഒരു വുഡൻ പ്ലാങ്കിൻ്റെ മൊത്തം ഞാൻ വരച്ചും ഈ കട്ട് ചെയ്ത് ഫാൻറ്റത്തിൻ്റെ ഇമേജസ് എല്ലാം ഒട്ടിച്ച് വെച്ച് അങ്ങനെ ഒരു മൊത്തം എൻ്റെ ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ് എല്ലാം ഫാൻറ്റത്തിൻ്റെ ഇമേജസ് സ്ക്രിബിൾ ചെയ്തിട്ട് അങ്ങനെ പിന്നെ എൻ്റെ കുട്ടിക്കാലം തേടിയുള്ള ഒരു യാത്രയാണ് ആക്ച്വലി പിന്നെ എന്നെ കോമിക് കളക്ഷനിലേക്ക് എത്തിച്ചത്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച കോമിക്സുകളോ എൻ്റെ ഓഫ് കോഴ്സ് അങ്ങനെ ഒരു വലിയ കളക്ഷനായിട്ട് ഞാൻ പ്രിസർവ് ചെയ്തൊന്നും വെച്ചിട്ടിരുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 200-300 കോമിക്സ് എങ്കിലും ഉണ്ടായിരുന്നിരിക്കണം എൻ്റെ കയ്യിൽ. എൻ്റെ സ്കൂളിങ്ങിന് ശേഷം പിന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക്, അച്ഛൻ എയർഫോഴ്സിലായിരുന്നു, റിട്ടയർ ചെയ്തപ്പോൾ ബാംഗ്ലൂരിൽ വന്ന് സെറ്റിൽ ആകാനായിട്ട് തീരുമാനിക്കുകയും ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വന്നു. അപ്പോൾ എനിക്കറിയില്ല ഈ കോമിക്സുകളെല്ലാം എവിടെ പോയി. ഒരു പക്ഷേ ന്യൂസ് പേപ്പറുകളെല്ലാം കൊടുത്ത ഇതിൽ അങ്ങനെ പോയിട്ടുണ്ടാവും. എനിവേ ഐ ലോസ്റ്റ് മൈ എൻറ്റയർ ചൈൽഡ്ഹുഡ് കോമിക്സും മാഗസിൻസും ഉണ്ടായിരുന്നു. തിരിച്ച് അപ്പോഴത്തേക്കും 1990 ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരിക. അപ്പോഴത്തേക്കും ഇന്ദ്രജാൽ സ്റ്റോപ്ഡ് ഇറ്റ്സ് പബ്ലിക്കേഷൻ. 1990 അവർ എനിക്ക് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ് വൈ ദേ സ്റ്റോപ്പ്. Because it had a huge circulation, huge ഫാൻസും ഹ്യൂജ് റീഡർഷിപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അത് നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി സം റൈറ്റ്സ് ഇഷ്യൂ. ഓക്കെ, എനിവേ ഈ എൻ്റെ കുട്ടിക്കാലത്തെ കോമിക്സുകൾ അന്വേഷിച്ച് ഞാൻ ആദ്യകാലങ്ങളിൽ പോയെങ്കിലും അതെനിക്ക് സക്സസ്ഫുൾ ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടുന്നത് ഒരു ടാബ്ലോയിഡിലാണ്, ഒരു എഡിറ്റോറിയൽ സെക്ഷനിലാണ്. അങ്ങനെ ഞാൻ കൊളീഗുമായിട്ട് ഞങ്ങളിങ്ങനെ കാഷ്വലി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫേവറേറ്റ് ഹീറോ ഉണ്ടായിരുന്നു. അതാരാ? അപ്പോൾ ഞാൻ പറഞ്ഞു ഫാൻറ്റം. ഓ, ഫാൻറ്റം എൻ്റെ അച്ഛൻ്റെ ഹീറോയും കൂടിയാണ്. അച്ഛൻ ഇസ് ഹാർഡ് കോർ ഫാൻ ഓഫ് ഫാൻറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഫാൻറ്റം ഇന്ദ്രജാൽ വായിക്കുമായിരുന്നു. അപ്പം പറഞ്ഞു he was an avid reader of Indrajal comics and Phantom was his favorite character. I am sure he should be. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിയുടെ എന്തായാലും കുറച്ച് കോമിക്സ് കാണുമായിരിക്കും. No, I don't think so he'll have now. But anyway, ഞാൻ പറഞ്ഞു ഒന്ന് റിക്വസ്റ്റ് ചെയ്യാമോ, എന്തെങ്കിലും 1-2 കോമിക്സ് കിട്ടുമോ, ജസ്റ്റ് ടു സീ അറ്റ്ലീസ്റ്റ്. ഓക്കെ, ലെറ്റ് മീ ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. The very next day, he got me to Indrajal Comics and that was Phantom. That really, അന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. അന്ന് ഞാൻ ഉറങ്ങിയില്ലെന്ന് മാത്രമല്ല, പിന്നെ എൻ്റെ ബെഡിൽ എൻ്റെ സൈഡിൽ തന്നെ ഇന്ദ്രജാൽ കോമിക്സ് വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡാണ്. ഞാൻ കോമിക്സുമായിട്ടുള്ള വായിക്കുന്നതും കഥകളും ഒക്കെ ആ ഒരു നൊസ്റ്റാൾജിക് സാധനം മാത്രമല്ല, എൻ്റെ ഒരു ഭയങ്കര വിഷമവും എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളൊരു എന്നെ ചൈൽഡിലെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് വലിച്ച് കൊണ്ടുപോവുക, യാത്ര അങ്ങ് ചെയ്യിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അന്നായിരിക്കണം ഞാൻ ഡിസൈഡ് ചെയ്തത് എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് കിട്ടണം, എൻ്റെ കോമിക്സ് തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു ഡെസിഷൻ എടുക്കുകയും അന്ന് മുതൽ ഞാൻ യാത്ര ഇന്നും തുടരുകയാണ്. അത് തുടരുക തന്നെ ചെയ്യും. ചൈൽഡ്ഹുഡിൻ്റെ എത്രത്തോളം കിട്ടി? അത്
എൻ്റെ ആദ്യ അന്വേഷണങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറായ ഫാൻറ്റം ഇന്ദ്രജാൽ കോമിക്സ് ആയിരുന്നു. അത് അന്വേഷിച്ച് യാത്ര തുടങ്ങി അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് കോമിക്സ് അതിൻ്റെ കൂടെ തന്നെ കിട്ടി. ഓഫ് കോഴ്സ് ഇന്ന് ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രൗഢിയോടുകൂടി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജേർണി ഹാസ് ഗോട്ട് മീ മൈ ചൈൽഡ്ഹുഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഇൻ ദ സെൻസ് ഇന്ദ്രജാലിൻ്റെ കംപ്ലീറ്റ് ഇഷ്യൂസും ഞാൻ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഇഷ്യൂസും വരെ ആദ്യം മുതലുള്ള ഇഷ്യൂസ് കളക്ട് ചെയ്തു. ഐ ആം ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഗെറ്റ് ദ ഹോൾ Indrajal issues. Then, എനിക്ക് 2012 ആണ് I got a mail from this Comic Con guys asking me if, I don't know how they got my number or my mail ID, but they asked me if I could exhibit some of your comics. Then I was thinking, comics for exhibition? How can it be? Comics വായിക്കാനല്ലേ, അതെങ്ങനെ ഒരു ഷോ പീസ് ആവുന്നത് എന്നുള്ള ചിന്തയാണ്. അതും കോമിക് കോൺ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം വരികയാണ് ഇന്ത്യയിൽ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് എൻ്റെ തോട്ട്, കോമിക്സ് എന്തിനെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള ഒരു തോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അന്നേരം എഗ്രി ചെയ്തില്ലെങ്കിലും കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവർ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു വിൽ ഗിവ് യു ഓൾ ദ സപ്പോർട്ട് ആൻഡ് വാട്ട് എവർ എക്സ്പെൻസസ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഡോണ്ട് ബോദർ അബൌട്ട് ഓൾ ദോസ് തിങ്സ് പറഞ്ഞിട്ട് വിൽ ഗിവ് യു എ വെരി നൈസ് സ്പേസ്, പ്രോപ്പറായിട്ട് ലൈറ്റിങ്ങും ഒക്കെ അറേഞ്ച്. ഓൺലി തിങ് കോമിക് കളക്ഷൻ എല്ലാം ഒന്നും ഡിസ്പ്ലേ ചെയ്യേണ്ട, ചില ഒരു ക്യൂറേറ്റഡ് ഷോ പോലെ ചില ഇമ്പോർട്ടൻസ് സാധനങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എഗ്രി ചെയ്യും. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ആ എക്സിബിഷനിൽ പങ്കെടുത്ത് മറ്റുള്ള സ്റ്റോളുകളൊക്കെ മർക്കൻഡൈസും അല്ലെങ്കിൽ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് എൻ്റെ സ്റ്റോൾ ഓഫ് കോഴ്സ് ചെറിയ സ്റ്റോളായിരുന്നില്ല, നല്ലൊരു സ്പേസ് അവർ എനിക്ക് തന്നു, ഒരു കംപ്ലീറ്റ് വാൾ സ്പേസ് വിത്ത് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് ഓൾ ദേ ഗിവ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കോമിക്സ് ഡിസ്പ്ലേ ചെയ്ത ഒരു പ്ലഷറിനെക്കാട്ടിൽ കൂടുതൽ ഇത് കാണാൻ വന്ന ആൾക്കാരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അവരുടെ ഇമോഷണൽ മൂമെൻറ്റ്സും, അവർ ചില ആൾക്കാരൊക്കെ കണ്ണ് നിറയുന്നുണ്ട്. ഒരാൾ വന്നിട്ട് അറൗണ്ട് എൻ്റെ ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം, ചില 40s to 50s അല്ലെങ്കിൽ 30s to 50 വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവർ വന്നിട്ട് ഒന്ന് ആ കോമിക് ബുക്ക് നോക്കും, പിന്നെ കുറച്ച് പുറകോട്ട് പോകും, പിന്നെയും വന്ന് നോക്കും, പിന്നെ പതുക്കെ അങ്ങ് ഇമോഷണലാവും. ഒരുപക്ഷെ ആ കോമിക് ബുക്ക് ശരിക്കും അവർ വായിച്ച് ചെറിഷ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അവരുടെ ചൈൽഡ്ഹുഡിലേക്ക് ഒരുപക്ഷെ അവരെ കൊണ്ടുപോകുമായിരിക്കും. അങ്ങനെ എനിക്ക് സത്യത്തിൽ ആ മൂമെൻറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാൻ ദൂരെ ഇരുന്ന് ഞാനത് വാച്ച് ചെയ്യുമായിരുന്നു, ഇവരുടെയൊക്കെ ഒരു റിയാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഈ പ്ലഷർ തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ കളക്ഷനിലുള്ള ചെറിയ ചെറിയ ആസ്പെക്ട്സുകൾ. പിന്നെ എന്താ പറയുക, അത് കോമിക്സിലൂടെ നല്ലൊരു കണക്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ എൻ്റെ ഇപ്പോഴും അടുത്ത കുറേ ഫ്രണ്ട്സുകൾ കോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. അത് കളക്ഷനിലൂടെ കിട്ടിയതാണ്. ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ദ കൺട്രി ഐ ഹാവ് ഫ്രണ്ട്സ്. ഏതെങ്കിലും മെയിൻ സിറ്റി പോയാൽ എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ പൈസ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഇടം തീർച്ചയായിട്ടും ആരെങ്കിലും തരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഉള്ളത് ഇവർ മിനിച്ചേട്ടനും അരുൺ പ്രസാദും വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഞാൻ ഫോണിൽ കൂടെയും സോഷ്യൽ മീഡിയ കൂടെയും മാത്രം സംസാരിച്ചിട്ടുള്ളൂ അരുൺ കാലന്തി. മലയാളം കോമിക്സിനെ പറ്റി, മലയാളത്തിലുള്ള കോമിക്സിനെ ഇത്രത്തോളം സാൽവേജ് എന്ന് പറയാം എടുത്തൊരു വ്യക്തിയാണ് അരുൺ. അത് പ്രത്യേകിച്ച് നഷ്ടപ്പെട്ട വിദ്യാർത്ഥി മിത്രം കോമിക്സ് ആയിരുന്നു അന്ന് ആദ്യമായിട്ട് മലയാളത്തിൽ ഫാൻറ്റവും മാൻഡ്രിക്കും. ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്നു വേറെയും ചില ടാർസനും ഉണ്ടായിരുന്നു, എനിക്ക് ഉറപ്പില്ല. ഇതെല്ലാം മലയാളത്തിൽ ആദ്യം കൊണ്ടുവന്ന വിദ്യാർത്ഥി മിത്രമാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല. വിദ്യാർത്ഥി മിത്രത്തിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന കൂടുതൽ കോമിക്സും ഇതെല്ലാം അരുണിൻ്റെ കയ്യിൽ സേഫാണ്. തീർച്ചയായിട്ടും എൻ്റെ നമ്മളെ കേരളീയർക്ക് ആദ്യമുള്ള എല്ലാ കുട്ടികളും ഏകദേശം തുടങ്ങുന്നത് പിന്നെ അമർചിത്ര കഥയെന്നാണ്. അപ്പോൾ ഞാനും അമർചിത്ര കഥയെന്നാണ് തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് അമർചിത്ര കഥ എനിക്ക് ഓർമ്മയുള്ളത് ഒരു ഉലൂപ്പി എന്നൊരു ടൈറ്റിലാണ്. ഉലൂപ്പി വിത്ത് അർജുന അങ്ങനെയുള്ളൊരു ടൈറ്റിലാണ്.
പിന്നെ ആ സമയത്ത് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു പ്രീ ഡിഗ്രി വരെ തലശ്ശേരിയായിരുന്നു. ഏകദേശം ഒരു 400ഓളം കോമിക്സ് ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പിന്നെ ഞങ്ങൾ കാലിക്കറ്റിലേക്ക് അച്ഛൻ ട്രാൻസ്ഫറായി വരുന്ന സമയത്ത് ഒരു ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഇത് നമ്മൾ പല കളക്ടേഴ്സിൻ്റെയും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ടാസൻ അബർണസൺ എന്ന് പറയുന്ന വിദ്യാർത്ഥി മിത്രത്തിൻ്റെ ടാസൻ കോമിക്സാണ് എൻ്റെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയത്. അത് പിന്നെ ഏകദേശം പിന്നെ ഒരു 10-15 ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അത് മാത്രമാണ് പിന്നീട് പിൽക്കാലത്ത് എൻ്റെ കളക്ഷനിൽ ഉൾപ്പെട്ട ഒരു 4-5. ബാക്കിയൊക്കെ ഞാൻ പിന്നീട് റീസെൻ്റായിട്ട് വീണ്ടും തുടങ്ങിയ സമയത്തുള്ള ഒരിതാണ്. പക്ഷേ കോമിക്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് വെച്ചാൽ 2 ആളെ ഞാൻ ഗുരുക്കളായിട്ട് കാണുന്നുണ്ട്. ഒന്ന് ബാംഗ്ലൂർ ബേസ്ഡ് അരുൺ പ്രസാദും, 2 നമ്മളെ കേരളത്തിൽ തന്നെ മറ്റേ ഇവിടെയുള്ള തൃശ്ശൂർ ഭാഗത്തുള്ള വിനീത് അബ്രഹാം. ഈ 2 പേരെയാണ്. കാരണം ഈ 2 പേരുടെ പിന്നെ ഈ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പണ്ട്, ഒരു എനിക്ക് 2012 ആ ടൈമിലായിട്ടാണ്. അപ്പം അവരുടെ ആ ഫീച്ചേഴ്സ് വായിച്ച ശേഷമാണ് വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നത്, ഇങ്ങനത്തെ കോമിക്സ് എന്നൊരു സംഭവം കൂടി ഉണ്ടല്ലോ. അങ്ങനെ വീണ്ടും കോമിക്സ് ഇതാക്കുകയാണ്. അപ്പോൾ ഈ 6-7 കൊല്ലത്തിൻ്റെ ഇടയിലാണ് വീണ്ടും തുടങ്ങുന്നത് കോമിക്സിൻ്റേത്. പിന്നെ പൈസയും സമയമൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ചിലവാക്കി ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. മലയാളം കോമിക്സിനോടാണ് തീർച്ചയായിട്ടും എനിക്ക് കുറച്ചും കൂടി ഒരു അടുപ്പമുള്ളത്. കാരണം വെച്ചാൽ പിന്നെ കിട്ടാൻ പ്രയാസമാണെങ്കിൽ കൂടി, ഇപ്പം കേരളത്തിൽ കോമിക്സ് കിട്ടാന്ന് വെച്ചാൽ വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പ്രയാസമാണെങ്കിൽ കൂടി മലയാളം കോമിക്സാണ് ഇപ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോമിക്സ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ സൺഡേ മാർക്കറ്റുകൾ, കോഴിക്കോട് സൺഡേ മാർക്കറ്റ് വളരെ ഫേമസ് ആണ്. കോമിക്സിനും മറ്റൊന്നല്ല, മറ്റ് പല ഐറ്റംസ് കിട്ടാൻ വളരെ ഫേമസ് ആണ്. അപ്പം നിങ്ങൾ ഇന്ന് വന്നത് സൺഡേ ആണ്. അപ്പോൾ ഈ സമയത്ത് ശരിക്കും അവിടെയൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാത്രമല്ല ഈ സ്ഥലങ്ങളിൽ നിന്ന് കോമിക്സ് കൂടാണ്ട് കുറേയധികം ബുക്കുകൾ, മറ്റ് പല റെയർ ഐറ്റംസും നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ബുക്സൊക്കെ വാങ്ങിക്കാനായിട്ട്, കുറച്ച് എക്സസ് ബുക്സൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ചീത്തയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കുറേ ബുക്സൊക്കെ അൺലോഡ് ചെയ്യും. ചിലപ്പോൾ ലൈബ്രറിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ വളരെ അടുത്തുള്ള ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് സെക്കൻഡ് ഹാൻഡ് ലൈബ്രറീസ് നടത്തുന്നത് ഈ പിന്നെ കാലിക്കറ്റ് തന്നെ. അപ്പം ഞാൻ കുറേയധികം ബുക്സ് അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പലപ്പോഴും ഈ ഒരു ഇതുകൊണ്ട് നമ്മളുള്ള ഈ ഒരു ബന്ധം കൊണ്ട് എന്തെങ്കിലും നല്ല കോമിക്സ്, പ്രത്യേകിച്ച് അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മെയിനായിട്ട് കോമിക്സാണ് നോക്കുന്നത്. കോമിക്സ് എന്ത് ടൈപ്പാണെങ്കിലും അത് കിട്ടിയാൽ അവരെന്നെ ഉടനെ ഫോൺ ചെയ്യും. ഞാൻ പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇവരുടെ ഫോൺ വരാം. അപ്പോൾ അവർ ചില സമയത്ത് വാട്സപ്പിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഇടുന്ന സമയത്താണെങ്കിൽ ഭയങ്കര നല്ല ഐറ്റംസാണ്. ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയിട്ട് ആ കോമിക്സൊക്കെ വാങ്ങിച്ചതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറേ പ്രാവശ്യം തന്നെ ഈ ഇന്ദ്രജാൽ കോമിക്സിൻ്റെ വളരെ റെയർ ആയിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെ പിന്നെ അവരുടെ അടുത്ത് നിന്ന് എനിക്ക് ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൂടാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കോമിക്സ് കൂടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ അമ്പിളി അമ്മാവൻ എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ചന്ദമാമ. ഈ ചന്ദമാമ ഇഷ്ടം പോലെ കിട്ടുമെങ്കിലും ധാരാളം കളക്ഷൻ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്പിളി അമ്മാവനാണ്, മലയാളം വേർഷൻ. അപ്പോൾ അതും വളരെ റെയറായിട്ട് കിട്ടുന്ന സംഭവമാണ്. 2 പ്രാവശ്യമായിട്ട് അവർ വിളിച്ചു. 2 പ്രാവശ്യം പോയി നോക്കുമ്പോൾ പിന്നെ അതിൻ്റെ ബൈൻഡാണ്. ബൈൻഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൈൻഡിൽ 10 ബുക്കുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി പിന്നെ അവർക്ക് ക്യാഷും കൊടുത്ത് ഇവിടെ വന്നു, അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഒരു സോഴ്സ്, സൺഡേ മാർക്കറ്റാണ് ഒരു സോഴ്സ്. പിന്നെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളും നമ്മളെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെയാണ്. അത് കുറച്ച് പ്രയാസമാണ്. ചിലരൊക്കെ പറയാറുണ്ട്, നമ്മളെ വലിയ വലിയ കളക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് അവർ മാക്സിമം അവരൊരു ബുക്കിന് കൊടുത്തത് 500 രൂപ 600 രൂപ എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ സ്ഥിതി അങ്ങനെയല്ല. ഞാൻ അതിലൊക്കെ കുറേയധികം പൈസ ഒക്കെ കൊടുത്തിട്ട് പല ബുക്സും വാങ്ങിയിട്ടുണ്ട്. പിന്നീട് വെച്ചാൽ ആ സമയത്ത് വാങ്ങിയിരിക്കുന്ന കുറേ ബുക്സ് ഇപ്പം വളരെ റെയർ ആയതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ അവരുടെ അടുത്ത് ആരുടെ ബുക്ക് കാണുകയാണെങ്കിൽ എൻ്റെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു ബുക്ക് കൊടുത്തിട്ട് ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ഇപ്പം ഒരു 1-2 വർഷമായിട്ടുള്ള മെയിൻ പരിപാടികൾ. പിന്നെ വളരെ റെയറായിട്ട് ചില സമയത്ത് നമ്മൾ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പഴയ വീടുകളാണ് ഞാൻ ആദ്യം ഇങ്ങനെ നോക്കുക, അൽമാരിലൊക്കെ വല്ല സാധനങ്ങളുണ്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പലപ്പോഴും അവരൊക്കെ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന മാഗസീൻസ് ഇതൊക്കെ എനിക്ക് തരാറുണ്ട്. അതിന് ചിലപ്പം എന്തെങ്കിലും ബാക്കി അവർക്കൊക്കെ പലപ്പോഴും ഫിക്ഷനൊക്കെ ആയിരിക്കും ഇഷ്ടം. എൻ്റെ അടുത്താണ് ഫിക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. അത് കൊടുത്തിട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കോമൺ ഇത് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഡൗൺ ടു എർത്താണ്. ഒട്ടും ഷോ ഓഫ്സ് അല്ല, നോളജ് കൊടുക്കാൻ അല്ല ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരില്ല, അല്ലാണ്ട് എന്തെപ്പോൾ വിളിച്ച് ചോദിച്ചാലും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും. പിന്നെ ദേ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ പ്രൊമോട്ടിംഗ് ദിസ് പാഷൻ, സേവിങ് ദി ഇൻഡസ്ട്രി. അങ്ങനെ കോമിക്സ് ഹാസ് ബീൻ എ ബ്രിഡ്ജ് ടു വേരിയസ് കൾച്ചേഴ്സ്. അങ്ങനെ ഒരു യു ഫൈൻഡ്
കോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ആൾക്കാർ ആ കോമിക്സിൻ്റെ ഒരു വാല്യൂവും അതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസൊക്കെ ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണ്. നൗ യു ഫൈൻഡ് എ ലോട്ട്. ഈ കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തിൽ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഈ എൻ്റെ കോമിക്സിനെ പറ്റി ചോദിക്കാൻ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വല്ല ആർട്ടിക്കിൾ വരുന്നുണ്ട്. ടി വിയിൽ ഒരിക്കൽ NDTV ഗുഡ് ടൈംസിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ഒരു 10 ഇയേഴ്സിലാണ് ആൾക്കാർക്ക് ഇന്ത്യയിൽ കോമിക്സിലൊരു ഇൻട്രസ്റ്റ് വന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പ് നോബഡി വാസ് ബോധേഡ്. അത് കോമിക് വായിച്ചു കഴിയുമ്പോൾ അത് കീറിയെടുത്ത് അതിനകത്ത് കപ്പലണ്ടി വിൽക്കലായിരുന്നു ആൾക്കാർക്ക് പരിപാടി. ഇപ്പോഴും ഞാനങ്ങനെ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ കപ്പലണ്ടി മേടിച്ചപ്പോൾ അതൊരു ഹിന്ദി ഇന്ദ്രജാൽ കോമിക്കിൻ്റെ പേജായിരുന്നു. അതിലായിരുന്നു ആൾ റാപ്പ് ചെയ്ത് തന്നിരുന്നത്. നമ്മളുടെ ഈ കേരളീയരുടെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പല കാര്യത്തിലും ഭയങ്കര മെച്ചപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ കാര്യങ്ങൾ പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിൽ അതല്ല, പ്രിസർവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ള സാധനങ്ങൾ കൃത്യതയോടുകൂടി കീപ്പ് ചെയ്യാൻ നമ്മൾ വളരെ ഇതാണ്. നമ്മൾ ഈവൻ നോർത്ത് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ അവരവരുടെ കോമിക്സൊക്കെ വളരെ നീറ്റായിട്ട് നല്ല മിൻറ്റ് കണ്ടീഷനിലൊക്കെ വെക്കും. നമ്മൾ സുമിത്ത് എന്ന് പറഞ്ഞൊരു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു കളക്ടർ. അപ്പം മൂപ്പരെ നമ്മൾ വിളിക്കുന്നത് തന്നെ മിൻറ്റ് എന്നാണ്, സുമിൻറ്റ് എന്നാണ് വിളിക്കുക. കാരണം വെച്ചാൽ മൂപ്പരുടെ കോമിക്സൊക്കെ അത്രയും പക്കയായിരിക്കും, അത്രയും നീറ്റായിരിക്കും. മൂപ്പര് കളക്ട് ചെയ്ത് അങ്ങനത്തെ കോമിക്ക് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനത്തെ അത്ര ഇതില്ലാത്തൊരു കോമിക്ക് ഉണ്ടെങ്കിൽ മൂപ്പർ അപ്ഗ്രേഡ് ചെയ്യും, എന്നിട്ട് മറ്റേ കോമിക്ക് ഒഴിവാക്കും, അല്ലെങ്കിൽ വിൽക്കുക, അങ്ങനെയാണ് ചെയ്യാം. പക്ഷേ കേരളത്തിൽ ആ ഒരു സംസ്കാരം ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന കോമിക്കുകൾ പലപ്പോഴും പേജൊക്കെ കീറിയത് അല്ലെങ്കിൽ ഉള്ളിൽ കീറി ആ രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യതയോട് കൂടിയിട്ട് വളരെ നീറ്റായിട്ട്, പിന്നെ എന്താണ് പെട്ടെന്ന് മോശമാവാത്ത രീതിയിൽ. ഞാനൊക്കെ ഇപ്പം അധികം കളക്ടേഴ്സ് അത് തന്നെയാണ് ചെയ്യുക. കാർഡ്ബോർഡിൻ്റെ ഇതും പിന്നെ ബോഡി ചെയ്യാന്ന് പറയും, അത് ബോഡി ചെയ്തിട്ട് കവറൊക്കെ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കുക, ആ ഒരു രീതിയിലായിരിക്കണം. അങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ മറ്റുള്ളവർക്ക് വായിക്കാൻ പ്രയാസമായിരിക്കും. കാരണം നമുക്കത് പുറത്തെടുത്ത് വായിക്കാൻ കൊടുക്കുക. ഈവൻ വൈഫിന് പോലും ഞാൻ സാധാരണ ഇതിൽ എൻ്റെ കോമിക്സ് ഒന്നും വായിക്കാൻ കൊടുക്കാറില്ല. മാഗസീൻസ്, ഫിലിം മാഗസീൻസ് ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. അത് മാത്രമേ അവളെ തൊടാൻ സാധാരണ സമ്മതിക്കാറുള്ളൂ. ബാക്കിയൊക്കെ എടുത്ത് അതൊരു മോശം ടെൻഡൻസിയാണ്. എന്നാലും പിന്നെ പേടിച്ചിട്ടാണ്. കാരണം വെച്ചാൽ ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു പേടിയാണ്. നമ്മളിപ്പം ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇത്രയും കാലം കൊണ്ടു നടന്നിട്ട് മോശമായി പോകണ്ടെന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീടൊന്ന് റെനോവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറേ അധികം എൻ്റെ മാഗസീൻസും കോമിക്സൊക്കെ തന്നെ ഒരു 5-6 അൽമാരകളിലാണ് വെച്ചിരുന്നത്. അപ്പം പലപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ അൽമാരിൻ്റെ മുകളിൽ പിന്നെ ഡ്രസ്സും അടിയിൽ കോമിക്സും വെച്ചിട്ടാണ് ഇതാക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫിൻ്റെ അൽമാരയിൽ പോലും ഡ്രസ്സിങ് ഇതിൻ്റെ അൽമാരയിൽ പോലും അവളുടെ മുകളിൽ സാരി ആയിരിക്കും, അടിയിൽ ഇതായിരിക്കും. അപ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്രയും സാധനങ്ങൾ ഇൻടാക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും. വളരെയധികം സപ്പോർട്ടീവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം എൻ്റെ ഒരു ആദ്യ കാലഘട്ടത്തിൽ 2014 അല്ലെങ്കിൽ 2013-14 കാലഘട്ടത്തിലൊക്കെ ധാരാളം പൈസ ഇതിനു വേണ്ടി ചിലവാക്കുമ്പോഴും ഞാൻ വീട്ടിൽ പൈസ കൊടുക്കാണ്ട് പോലും പിന്നെ എത്രയോ മാസങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചില സമയത്ത് വെച്ചാൽ ബെഡ്റൂമിലും കൂടി 2 അൽമാരയിൽ നിറയെ ബുക്സ് വെച്ച സമയത്ത് അവർക്ക് അലർജിയൊക്കെ വന്ന സമയത്ത് മാത്രമേ എന്നോട് ഇത് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു അൽമാര മാറ്റി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേ പുറത്ത് കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭാര്യനെ കിട്ടിയത്. ഈ കളക്ടർക്ക് തീർച്ചയായിട്ടും കളക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു കോംപ്രമൈസാണ്. നമ്മൾ കോംപ്രമൈസ് നമ്മളെ കുടുംബക്കാരായിട്ട് മാത്രമല്ല, നമ്മളെ ഈവൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു തരത്തിലുള്ള കോംപ്രമൈസാണ്. പക്ഷേ ഏറ്റവും അധികം സപ്പോർട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ വൈഫിനോട് തന്നെ ആയിരിക്കും. കാരണം മക്കളൊക്കെ പലപ്പോഴും വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. വൈഫ് നമ്മളെ കൂടെ തന്നെ നിൽക്കുന്ന വൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പിന്നെ ഡ്രസ്സിങ് ടേബിളിൻ്റെ മുകളിലും അവളുടെ അൽമാരയിലും എല്ലാം ബുക്സിൻ്റെ ഒരു ഇത് കാണുന്ന സമയത്ത് സപ്പോർട്ടീവ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ടാണ് ഞാൻ ഇൻട്രാക്ട് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളും, ഒന്ന് വളരെ പ്രായമുള്ള ആൾക്കാരും. ഇവരിൽ നിന്ന് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട്. ഇവരുടെ കഥകൾ കേൾക്കാനും ഇവരുടെ അനുഭവങ്ങളും, പിന്നെ പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ നിന്ന് ഹിസ്റ്ററി, നല്ലൊരു ഓറൽ ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കാം കഥകൾ കേൾക്കുമ്പോൾ. പിന്നെ അപ്പോൾ ഇങ്ങനെ കുട്ടികൾ പിന്നെ പലപ്പോഴും പിന്നെ എസ്പെഷ്യലി ഞാൻ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ അവരുടെ പേരൻസുമായിട്ടൊക്കെ വരുമ്പോൾ എന്ത് ഹോബിയാണ് പെർസ്യൂ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ണടച്ചിട്ട് പറയും, കോമിക്സ് നിങ്ങൾക്ക് വായിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കുട്ടി വായിക്കുമെങ്കിൽ യു ഗോ ഫോർ കളക്ടിങ്, not just reading alone. You collect the stuffs what you would like to read and you have a collection aside. That will actually repay him later. കാരണം ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെ ആകാം. ചിലപ്പോൾ ലൈഫിൻ്റെ ഒരു അപ്ബ്രിങ്ങിങ്ങിൽ തന്നെ ഒരു സാധനം ഉണ്ടാവും. അത് പലപ്പോഴും അത് ഹെൽപ്പ് ഔട്ട് ചെയ്യും, ആ കളക്ഷൻ ഒരു സാധനം. പിന്നെ കോമിക്സിൽ
മറ്റ് ഹോബി പോലെ ഫേക്സ് ഇല്ല. വെൻ യു സെഡ് അബൌട്ട് യുനോ ചീറ്റിംഗ്, കോമിക്സിൽ എൻ്റെ അറിവിൽ വലുതായിട്ട് ഫേക്സ് ഇല്ല, പറ്റില്ല. കാരണം ഒരു അതേപോലെ തന്നെ ഒരു ബുക്ക്, പിന്നെ ഇറ്റ്സ് എ കോസ്റ്റ്ലി അഫെയർ ഈവൻ ഇഫ് ദേ ഹാവ് ടു മേക്ക് ഫേക്സ്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ലൈക്ക് പിന്നെ എന്താ പറയുക, കോയിൻ ന്യൂമിസ്മാറ്റിക്സ് ആണെങ്കിലും ഫിലാറ്റലി ആണെങ്കിലും എല്ലാത്തിലും എനിക്ക് തോന്നുന്നു ഒരു നല്ല ശതമാനം ഫേക്സുകളുണ്ട്. അപ്പം കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോബിയാണ് കോമിക് കളക്ഷൻ. അത് അഡൾട്ട് വരെ കൊണ്ടുപോവുകയും ചെയ്യാം. You can very well read also, cherish in every part of your life. Yeah.